വാർത്തയിലേക്ക് വിശദമായി CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ഹർജി തള്ളി സുപ്രീം കോടതി. ആത്മഹത്യാ പ്രേരണ കുറ്റം നിലവിലെ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ കേസുകളും CBI അന്വേഷിക്കേണ്ടതില്ലെന്നും കോടതി നിരീക്ഷിച്ചു. വിവരങ്ങളുമായി നന്ദഗോപനൊപ്പം ചേർന്നു. നന്ദഗോപൻ, എന്തുകൊണ്ട് ഹർജി തള്ളി? മരണം ആണെന്ന നിഗമനത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നില്ലെന്നായിരുന്നു ഈ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന പോലീസ് അന്വേഷണത്തിൽ കുടുംബത്തിന് വിശ്വാസമില്ലെന്നും അതിനാൽ CBI അന്വേഷണത്തിന് സുപ്രീം കോടതി ഉത്തരവിടണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത്. ഈ കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് എല്ലാ കേസുകളും CBIക്ക് വിടേണ്ടത് അത്തരമൊരു ആവശ്യം ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഇതിൽ കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രകാരം തന്നെ അല്ലെങ്കിൽ അത്തരമൊരു സാധ്യത ആത്മഹത്യാ പ്രേരണ കുറ്റം നിലവിലെ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. അതും കൃത്യമായി നിലവിലെ അന്വേഷണ സംഘം അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തുകയാണ്. നേരത്തെ ഹൈക്കോടതിയും ഈ അന്വേഷണ സംഘത്തിൽ വിശ്വാസം അർപ്പിച്ചിരുന്നു. ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ മഞ്ജുഷ സുപ്രീം കോടതിയിൽ സമീപിച്ചത്. ഇപ്പോൾ സുപ്രീം കോടതിയും ഈ ആവശ്യം തള്ളിയിരിക്കുകയാണ്. ഇത് ഒരു സാധ്യതയുമില്ലെന്നോ? അതായത് ഈ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ കൃത്യമായ കാരണങ്ങൾ മാധ്യമങ്ങളോടടക്കം വെളിപ്പെടുത്തിയിരുന്നു. എന്തു കാരണത്താൽ ഈ ഹർജി പരിഗണിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി എത്തുന്നു, അതായത് ഹർജി തള്ളുന്നു? കൃഷ്ണരാജ്, ഇതിൽ പ്രധാനമായും കുടുംബം ചൂണ്ടിക്കാട്ടിയത് കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതാണോ എന്നുള്ളത് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും അതേപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വൈരുദ്ധ്യമുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന പോലീസ് അന്വേഷണത്തിൽ ഒരു തരത്തിലുള്ള വിശ്വാസമില്ല. ഇത് ഹൈക്കോടതിയിലും ഇവർ ഇതേ വാദമുഖം തന്നെ ഉയർത്തിയിരുന്നു. ഇന്നിപ്പോൾ സുപ്രീം കോടതിയിലും ഇതേ വാദം തന്നെയാണ് അവർ മുന്നോട്ട് വെച്ചത്. എന്നാൽ എല്ലാ കേസുകളും ഈ സുപ്രീം കോടതി അല്ലെങ്കിൽ CBIക്ക് വിടേണ്ട ഒരു സാഹചര്യമില്ല, അല്ലെങ്കിൽ കോടതിക്ക് ഇത് അത്ര അല്ലെങ്കിൽ അതീവ ഗുരുതരമായ പിഴവ് ഈ വിഷയത്തിൽ അല്ലെങ്കിൽ അന്വേഷണത്തിൽ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ഇവരുടെ അഭിഭാഷകന് സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നവീൻ ബാബുവിന്റെ നിലവിലെ അന്വേഷണം തൃപ്തികരമെന്നുള്ള ഹൈക്കോടതി വിധി കൂടി സുപ്രീം കോടതി പരിഗണിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഹൈക്കോടതിയിൽ ഈ വിഷയം വിശദമായി തന്നെ പരിശോധിക്കപ്പെട്ടതാണ്. മാത്രമല്ല, ഹൈക്കോടതിയിൽ ഈ വിഷയം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം അല്ലെങ്കിൽ DIG ഇതിന് മേൽനോട്ടം വഹിക്കണം, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ പുരോഗതി കൃത്യമായി കുടുംബത്തിനെ അറിയിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അന്ന് ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കൗസർ ഇതുമായി ബന്ധപ്പെട്ട് വിലയിരുത്തിയിരുന്നു. സമാന്യമായ അല്ലെങ്കിൽ അത്തരം വിധി കൂടി പരിശോധിച്ച ശേഷമാണ് ഹൈക്കോടതി ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ഈ ഹർജി തള്ളുവാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് കടന്നതെന്നാണ് ഇപ്പോൾ ഈ അഭിഭാഷകർ മറ്റും വ്യക്തമാക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം SIT ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ നേരത്തെ ഏതെങ്കിലും തരത്തിലുള്ള പിഴവുണ്ട് എന്നുള്ളത് ഹൈക്കോടതിയിലും ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി അന്ന് ഹർജിക്കാർക്ക് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. സുപ്രീം കോടതിയിലും അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കോടതിയെ ഇത് കൃത്യമായി ബോധ്യപ്പെടുത്തുവാൻ അല്ലെങ്കിൽ അന്വേഷണത്തിൽ പിഴവുണ്ട്, കുടുംബം ആരോപിക്കുന്നത് പോലെ തന്നെ ഇത്തരം പിഴവുകൾ സംഭവിച്ചു എന്നുള്ളത് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി സുപ്രീം കോടതിക്ക് മുമ്പിൽ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് എല്ലാ കേസുകളും സുപ്രീം കോടതിയിൽ സമാനമായ നിരവധി ഹർജികളുണ്ട്. ഇത്തരം കേസുകളെല്ലാം തന്നെ CBI കൊണ്ട് അന്വേഷിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു നിലപാടെടുത്തുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ ഹർജി ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. കൃഷ്ണരാജ്, CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ഹർജി സുപ്രീം കോടതി തള്ളി. വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ.